ഹലോ, നിത്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ സുഭാഷേട്ടനും ഹരീഷും ഇങ്ങനെ സുധീഷിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ റോഡിലൂടെ നടന്നു വരിക കേട്ടോ. ഇങ്ങനെ സുധീഷ് ഇങ്ങനെ നിധിയോട് കള്ളത്തരം പറഞ്ഞതും അതിൻ്റെ പേരിൽ നിധിക്ക് സുധീഷിനെ ചടച്ചതും ഒക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, സുധീഷേട്ടൻ്റെ ഈ നുണ കാരണം ഏടത്തിക്ക് ഇനി ഒരിക്കലും സുധീഷേട്ടനോട് നല്ലപോലെ പെരുമാറാൻ കഴിയില്ല, ഇനി ഒരു ഇഷ്ടവും തോന്നാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷേട്ടനും അത് തന്നെയാണ് പറയുന്നത്. ഇനി ഒരു ചാൻസ് ഉണ്ടാവില്ല, അവൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന്. ഇനി അവസാനം നമുക്ക് ശീലമായതുപോലെ അവർക്കും അങ്ങ് ശീലമായിക്കോളും, അതാവും ചിലപ്പോൾ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പം നമ്മളെ സുഭാഷേട്ടനാണെങ്കിൽ നിധി അവിടുന്ന് പോവരുത്, അവിടെ തന്നെ സുധീഷിൻ്റെ ഭാര്യയായിട്ട് ജീവിതകാലം മൊത്തം കഴിയണം എന്നാണ് ആഗ്രഹം. പക്ഷെ അവൾക്കൊരു ജോലി കിട്ടണം, പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട്, എന്നാലും നിധി ആ വീട്ടിൽ നിന്ന് പോവരുത്. ഹരീഷ് ആണെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. നമ്മളെ അനിയനോടുള്ള സ്നേഹം കാരണം നമുക്ക് ആ കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ പറ്റില്ല. അവർ ഒരു ദിവസം എന്തായാലും അവിടുന്ന് പോകുന്നതാണല്ലോ പറഞ്ഞത്, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലും നിധിയുടെ നല്ല ഭാവിക്ക് വേണ്ടി ഹരീഷ് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചു വരുമ്പോഴാണ് ഒരു കാർ വന്ന് മുന്നിൽ നിർത്തുന്നതും ധനശേഖരൻ്റെ വീട് അറിയുമോ, ഗൾഫിലുള്ള അയാളിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് അറിയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെ ഹരീഷ് ആണെങ്കിൽ എടുത്ത വഴിക്ക് പറയുന്നുണ്ട്, ഇല്ല അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുകയാണ്, എന്ത് വേണം, ആളെ അറിയാൻ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അയാൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കാര്യം പറയുന്നുണ്ട്. അയാളുടെ മകളെ പെണ്ണ് എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ നിശ്ചയത്തിൻ്റെ തീയതി ഉറപ്പിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഒന്നും കൂടി അന്വേഷിക്കാമെന്ന് വിചാരിച്ച് വന്നതാണെന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടനാണെങ്കിൽ അറിയാലോ, പാവം, ഒരു നല്ല മനസ്സിനുടമ, എല്ലാവർക്കും നല്ലത് മാത്രം വരുന്നതെന്ന് അയാൾ എപ്പോഴും ചിന്തിക്കാറുള്ളൂ. അതുപോലെ തന്നെയാട്ടോ ഈ കാര്യവും. ഇപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഒരാൾ കണ്ടുമുട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അവരുടെ നെഗറ്റീവായിരിക്കും പറയുക. പക്ഷേ സുഭാഷ് ഏട്ടനെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല. അയാൾ എന്തായാലും ആ വീടിനെക്കുറിച്ചും സുനന്ദയെക്കുറിച്ചും നല്ല അഭിപ്രായം മാത്രമാട്ടോ പറഞ്ഞത്. നല്ല കുടുംബമാണ്, നല്ല തറവാട്ടിൽ പിറന്നവരാണ്, കൊച്ചും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ അവർ പോയതിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, ഏട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ, നമ്മളായിട്ട് എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്നത്, അവരുടെ ഭാവി നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഹരീഷിനെ ഉപദേശിക്കുക കേട്ടോ. ഹരീഷിനും അത്ര ഇഷ്ടപ്പെട്ടില്ല സുഭാഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അയാൾ ശരി, സന്തോഷം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ഭാസ്കരനച്ഛൻ ചായക്കടയിൽ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഇയാൾ തന്നെ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ഇയാൾ ഭാസ്കരനച്ചോട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ചായ മേടിച്ചിട്ട്. അപ്പോൾ ഭാസ്കരനച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്നെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ ഇവിടെ ഉള്ള ആളല്ല, ഞാനൊരു കല്യാണ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നതാ, പിന്നെന്തിനാ അറിയാത്ത എന്നെ കണ്ടിട്ട് ചിരിച്ചത്, ഞാൻ അങ്ങനെ അറിയാത്ത ആൾക്കാരെ കണ്ടാൽ ചിരിക്കാറില്ല, അതൊക്കെ സായിപ്പന്മാരുടെ സ്വഭാവം, എനിക്കതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കല്യാണ അന്വേഷണത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ ധനശേഖരൻ്റെ മകളാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ ഭാസ്കരനച്ഛൻ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കിട്ടിയ ചാൻസാണ്, കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളിവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി സംസാരിക്കും കേട്ടോ. ഭാസ്കരനച്ഛൻ എന്തായാലും ആ കുടുംബത്തിനെ കുറിച്ച് മോശമായിട്ടല്ലേ സംസാരിക്കൂ, ഫുള്ള് കാര്യങ്ങൾ മോശമായിട്ട് പറയുന്നുണ്ട്. അവളുടെ അമ്മ ലളിത, മാമൻ ഗംഗാധരൻ അല്ലേ, അപ്പോൾ അവരൊക്കെ മോശപ്പെട്ട ആൾക്കാരെ. ലളിതയ്ക്ക് കഴുത്ത് ചുറ്റും നാവാണ്, അവളുടെ നാക്കുകൊണ്ട് ഇവിടെ ആൾക്കാർക്ക് നടക്കാൻ പോലും വയ്യ, ഞങ്ങൾക്കൊരു അകന്ന ബന്ധമുണ്ട് അവരായിട്ട്, ഒരിക്കലും കൊള്ളാത്ത കുടുംബമാണ് അവിടെ ഉള്ളത്, ആ പെൺകുട്ടിനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നും കേട്ടിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ആ തറവാടിനെ പറ്റി ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മളെ സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് കടന്നു വരുന്നത്. സുഭാഷ് ഏട്ടൻ ഇത് കാണും, ഇതേ ആൾ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ സുഭാഷ് ഏട്ടൻ ഞെട്ടു കേട്ടോ. അപ്പോൾ സുഭാഷ് ഏട്ടൻ എന്തായാലും മനസ്സിൽ വരുമല്ലോ, അച്ഛൻ എന്തായാലും മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും അവരോടൊന്ന്. അന്വേഷിക്കാൻ വന്ന ആളാണെങ്കിൽ പറയുന്നുണ്ട് ഭാസ്കരനച്ചോട്, അവരെ കുറിച്ച് അങ്ങനെയല്ലല്ലോ കേട്ടത്, 2-3 ആൾക്കാർ നല്ല കാര്യങ്ങളാണല്ലോ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ ആൾ ആരാണ്, അവരെ എൻ്റെ മുന്നിൽ എത്തിച്ചതാന്നൊക്കെ അയാളോട് വീമ്പടിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് കടന്നു വരുന്നത്. ഇത് ഇയാളാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ അച്ഛനും മോനാണെന്നുള്ള കാര്യം ഇയാൾ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, അച്ഛൻ കുടിച്ചിട്ട് ഓരോന്ന് വിളിച്ച് പറയാണ്, ആ കുടുംബത്തിന് ഒരു കുഴപ്പമില്ല എന്നൊക്കെ രഹസ്യമായിട്ട് അയാളെ വിളിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കണ്ട, ഇത് പറഞ്ഞ് കേട്ടിട്ട് ഒരു പെൺകുട്ടിയുടെ ഇല്ലാതാക്കാനും ശ്രമിക്കേണ്ട, ആ പെൺകുട്ടി നല്ല പെൺകുട്ടി, അവരുടെ അച്ഛനും അമ്മയൊക്കെ നല്ലതാണ്, അച്ഛൻ അങ്ങനെ വെറുതെ പറയുന്നത്, അവരോടുള്ള മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ അങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ അയാൾ അവിടുന്ന് പോവാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഭാസ്കരനച്ചോടും സുഭാഷ് ഏട്ടൻ നന്നായി ദേഷ്യപ്പെടുന്നുണ്ട്. അച്ഛൻ എന്തിനാ ഒരു പെൺകുട്ടിയുടെ ഭാവി ഇല്ലാതാക്കുന്ന, അവരോടുള്ള ദേഷ്യത്തിന് ആ പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരനച്ഛനാണെങ്കിൽ പറയുന്നുണ്ട്, നിന്നെയും നിന്റെ അനിയന്മാരെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ ആൾക്കാരല്ല അവര്, എന്നിട്ട് അവരെ കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരനച്ഛനെ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിൽ അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ പോകാൻ നോക്കി, ഇനി ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ സുഭാഷ് ഏട്ടനോടും തിരിച്ച് ദേഷ്യപ്പെട്ടിട്ട്, നീ ആ ചായയുടെയും കടയുടെയും കാശ് ഇങ്ങോട്ട് കൊടുത്തേക്കെന്നും പറഞ്ഞിട്ട് വീട്ടിലേക്ക് സൈക്കിൾ എടുത്ത് പോവാട്ടോ ചെയ്യുന്നത്. എന്തായാലും നമ്മളെ സുനന്ദയുടെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കാന്നുള്ള ഉദ്ദേശത്തിന്റെ അപ്പുറത്തേക്ക് ആ വീട്ടുകാരെ ഒന്ന് നാറ്റിക്കാന്നാണ് ഭാസ്കരനച്ഛൻ വിചാരിച്ചത്. പക്ഷെ അതത്ര നടന്നില്ല. പക്ഷെ എന്നാലും ഇനി പറയാൻ പറ്റില്ലോട്ടെ കല്യാണം മുടങ്ങുമില്ലെന്ന്. അപ്പോൾ എന്തായാലും എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യും. ബൈ.